നീണ്ട ഈ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ആഗ്രഹം ആണ് ഇന്ന് സഫലമാകാൻ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി അയോധ്യയിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എല്ലാം തന്നെ സരയൂവിൽ നിന്ന് തുടങ്ങിയ അനുഷ്ഠാന ചടങ്ങുകളാണ്. അതിന്റെ ഓരോ ഭാഗങ്ങളായി പൂർത്തീകരിച്ച് ഇന്നലത്തോടുകൂടി അതിന്റെ ഒരു ഭാഗം പൂർത്തിയായിരിക്കുകയാണ്. ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം കാത്തിരിക്കുന്ന, ഒരുപക്ഷെ ലോകം തന്നെ കാത്തിരിക്കുന്ന ആ മുഹൂർത്തം. 12:20 കൂടിയാണ് അനുഷ്ഠാന ചടങ്ങുകൾ ആരംഭിക്കുക. അതിൽ പ്രവേശനം വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ്. മുഖ്യ യജമാനായ നരേന്ദ്രമോദി അദ്ദേഹം തന്നെയായിരിക്കും അതിനെ മുന്നിൽ നിന്ന് നയിക്കുക. RSS സർസംഘചാലക് പ്രധാന അതിഥിയായി എത്തും. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മറ്റൊരു അതിഥി, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് മറ്റൊരു വ്യക്തി. ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ഗോപാൽ ദാസ് അദ്ദേഹമാണ് മറ്റൊരു അതിഥി. ഇത്രയും പേർക്ക് മാത്രമാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ അവിടെ ഒപ്പം ഉണ്ടാകാനുള്ള അനുവാദമുള്ളത്. ക്ഷണിക്കപ്പെട്ട 8000 അതിഥി. അതെ, അതിൽ നിന്ന് കേരളത്തിൽ നിന്നടക്കം പി.ടി. ഉഷയെ പോലെയുള്ളവർ ഉണ്ട്. സന്യാസിപരന്മാർ 20 പ്രമുഖർ കേരളത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി ഉണ്ട്. 22 സ്വാമിമാരുടെ സംഘവും അവിടെയുണ്ട്. അങ്ങനെ 8000 പേർ ക്ഷണിച്ചിരിക്കുന്നു. ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള പല ഇടങ്ങളിൽ അവരുടേതായ കഴിവ് തെളിയിച്ചിട്ടുള്ള, രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ ആളുകൾ, കലാരംഗത്താകട്ടെ കായിക രംഗത്താകട്ടെ സിനിമയിലാകട്ടെ, അങ്ങനെ രാജ്യത്തിന്റെ ഒരു പ്രതിരൂപം തന്നെ നമുക്ക് ഇന്ന് അവിടെ കാണാൻ കഴിയും. ഈ 8000 പേരിൽ എ ക്ലാസ് ഗസ്റ്റുകളായിട്ടുള്ളത് 506 പേരാണ്. എ ക്ലാസ് ഗസ്റ്റുകൾ. അവർക്കായിരിക്കും ഈ വേദിയിൽ മുന്നിലായുള്ള ഇരിപ്പിടങ്ങൾ അടക്കമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രേണു സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക രംഗത്ത് നിന്ന്, സാമൂഹിക മേഖലയിൽ നിന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിന്ന് അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. രഞ്ജിത്ത് രാമചന്ദ്രനും പ്രശാന്തും അവിടെ റെഡിയായിരിക്കുന്നു. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് അയോധ്യയിൽ നിന്ന്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ രഞ്ജിത്തും ചരിത്രത്തിന്റെ ഭാഗമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ചരിത്ര നിമിഷത്തിന് നേരിട്ട് സാക്ഷിയാകാൻ പോവുകയാണ്. ഇന്നലെ മുതൽ അവിടെ ഉത്സവ പ്രതീതി, ഇന്നലെ മുതൽ എന്നല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും ഉത്സവ പ്രതീതിയായിരുന്നു അയോധ്യയിൽ. എന്താണ് ഈ പുണ്യദിനം എന്ന് അവർ പ്രതീക്ഷിക്കുന്ന, കരുതുന്ന ദിനത്തിലെ രാവിലത്തെ കാഴ്ചകൾ അവിടെ? തീർച്ചയായും രേണുക, ഒപ്പം KP അഭിലാഷ്, പുണ്യനിമിഷത്തിന് സാക്ഷിയാവുകയാണ് ഞാനും നമ്മുടെ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിയും. കഴിഞ്ഞ 6-7 ദിവസങ്ങളായി ഇവിടെ നടന്നു വരുന്ന വലിയ ഉത്സവ ലഹരിയുടെ അതിന്റെ പാരമ്യത്തിലെത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മറ്റൊന്നുമല്ല, മാധ്യമപ്രവർത്തകർക്ക് സുഖകരമായ കാര്യമല്ല. ഞങ്ങൾ അല്പം അകത്ത് സൗകര്യപ്രദമായി നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് നമ്മളെയും ഒഴിപ്പിക്കുകയാണ്. പൂർണ്ണമായുള്ള സെക്യൂരിറ്റി സംവിധാനത്തിലേക്ക് അയോധ്യ പോകുന്നു. ഞങ്ങളെ പൂർണ്ണമായും ക്ഷേത്രത്തിന്റെ ആ പരിസരത്ത് നിന്ന് തന്നെ മാറ്റാനുള്ളൊരു സംവിധാനമാണ്. ഒരുപക്ഷെ ഇവിടുന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള മീഡിയ സെന്ററിലേക്ക് ഞങ്ങളെ ഒരുപക്ഷെ അവിടെ ആയിരിക്കും നമുക്ക് സ്ഥലം തരിക. ഈ വാഹന സംവിധാനങ്ങളൊന്നുമില്ല. ക്ഷണിക്കപ്പെട്ട താൽക്കാൽ അതിഥികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 7000-ഓളം അതിഥികളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അവരിൽ പല ആളുകളും രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ അവർക്കായി പ്രത്യേകമായി തയ്യാറാക്കിയ ഇരിപ്പിടത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഇവരൊക്കെ പാസ് ലഭിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളാണ്. അവരുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. പക്ഷെ നമ്മുടെ ഒരു തൽക്കാലത്തെ ഒരു പരിമിതി, ഈ ഇവിടെ നിന്ന് പോലും ഒരുപക്ഷെ പോലീസ് നമ്മളെ പൂർണ്ണമായും ഒഴിപ്പിച്ചേക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രശാന്ത് കാണിക്കുന്ന ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ അത് കാണാം എന്ന് കരുതുന്നു. ആളുകളെ ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെ ഇപ്പോൾ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് അതിഥികൾ പല മേഖലകളിൽ നിന്ന് ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ കോറിഡോർ വഴി അതിഥികളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഇത് കാണാം. ഇവർക്ക് ലക്നൌവിൽ നിന്ന് ഈ അയോധ്യയിലേക്ക് പ്രത്യേക കോറിഡോർ ഉണ്ട്. ആ കോറിഡോർ വഴിയാണ് ഇപ്പോൾ അതിഥികളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ അകത്തേക്ക് കയറുകയാണ്. ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തേക്ക് കൂടി മാത്രമേ കാണിക്കാൻ സാധിക്കൂ. നമ്മളെ ഇവിടെ നിന്ന് മാറ്റും. കാരണം അത്രത്തോളം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയും പരിസരവും എന്നുള്ളതാണ്. പ്രധാനമന്ത്രി 10:25 ഇവിടേക്ക് എത്തുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 10:25 പ്രധാനമന്ത്രി എത്തും. അതിനുശേഷം അദ്ദേഹം അയോധ്യ വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം അദ്ദേഹം അയോധ്യയിലെ ഹെലിപാഡ്, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഹെലിപാഡിലെത്തും. അവിടെ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരിക. ഒരു 11 മുതൽ 12 വരെയുള്ള അദ്ദേഹത്തിന്റെ സമയം അത് പ്രധാനമാണ്, റിസർവ് ആക്കി വെച്ചിരിക്കുകയാണ്. അതൊരു പക്ഷേ സരയൂ നദിയിൽ അദ്ദേഹം പോയി സ്നാനം നടത്തുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഒപ്പം
കാൽനടയായി അയോധ്യയിലേക്ക് വരുമോ എന്ന കാര്യവും വ്യക്തമല്ല. ആ റിസർവ് എന്ന 1 മണിക്കൂർ വളരെ പ്രധാനമായി മാറുന്ന ഒരു പശ്ചാത്തലം ഈ ഘട്ടത്തിൽ ഒരുങ്ങുകയാണ്. മാധ്യമപ്രവർത്തകരെ മുഴുവൻ നമ്മൾ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. നമ്മളെ പൂർണ്ണമായി ഇവിടുന്ന് ഒഴിവാക്കിയാണ് ഇപ്പോൾ പോലീസിന്റെ സംവിധാനം ഒരുങ്ങിയിരിക്കുന്നത്. അങ്ങനെ റിസർവ് സമയത്ത് പ്രധാനമന്ത്രിയുടെ ചടങ്ങ് പ്രധാനമന്ത്രി എന്താകും ചെയ്യുക എന്നുള്ളത് കാത്തിരുന്നു കാണണം. അത് ഏറെ നിർണായകമാണ്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ സരയൂ നദിയിൽ എത്തുകയും അദ്ദേഹം കാൽനടയായി ഇങ്ങോട്ടേക്ക് എത്തുകയും ഒക്കെ ചെയ്തേക്കാം എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അങ്ങനെ മറ്റ് വിശിഷ്ടാതിഥികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. 11 മണിക്ക് മുൻപ് വിശിഷ്ടാതിഥികളായി ക്ഷണിക്കപ്പെട്ടവരെല്ലാം ഇവിടെ ഈ അവർക്കായി ഒരുക്കിയിരിക്കുന്ന ചെയറുകളിൽ പ്രത്യേക വേദിയിലെ ചെയറുകൾ ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12 മണിക്ക് നമുക്കറിയാം 11 ദിവസം കഠിന വ്രതം അനുഷ്ഠിച്ചാണ് നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം. അതൊക്കെ വലിയ വാർത്തയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ്. അദ്ദേഹം നമുക്കറിയാം BJP അധ്യക്ഷൻ BJPയുടെ അമിത്ഷാ അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം നേരത്തെ രേണുക പറഞ്ഞതുപോലെ വിശിഷ്ട വ്യക്തികൾക്ക് അകത്തേക്ക് ക്ഷണമുണ്ട്. അകത്തേക്ക് ഈ പറഞ്ഞതുപോലെ 4-5 പേർക്ക് മാത്രമാണ് അവിടേക്ക് അകത്തേക്ക് കടക്കാനുള്ള പ്രവേശനം, ശ്രീകോവിലിനുള്ളിൽ പ്രവേശനം ഉണ്ടാവുക. രാവിലെ 11:30 താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ്. 11:30 മണിക്കാണ് താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുശേഷം 12:20 പ്രാൺ പ്രതിഷ്ഠ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. 12:20 പ്രാൺ പ്രതിഷ്ഠ ഉണ്ടാകും. മുഖ്യ യജമാനൻ കൂടിയായ നരേന്ദ്രമോദിയാണ് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം കാശിയിലെ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതിന്റെ നേതൃത്വത്തിൽ നടന്ന അനുഷ്ഠാന ചടങ്ങുകളാണ് ഇന്നലെ അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. വിവിധ പുണ്യതീർത്ഥങ്ങളിൽ നിന്നുള്ള 114 കലശങ്ങളിലൂടെയുള്ള ജലം ഉപയോഗിച്ച് അഭിഷേകം നടന്നു. ഇന്നലെ ശയ്യാധിവാസത്തിൽ കിടത്തിയ വിഗ്രഹത്തെ ഉണർത്താനുള്ള ജാഗരണ അധിവാസം അത് പുലർച്ചെ ശയ്യാധിവാസിയാണ്. അവിടെ നിന്ന് ഭഗവാന്റെ ഈ പറഞ്ഞതുപോലെയുള്ള മന്ത്രോച്ചാരണങ്ങളോടുകൂടി ഭഗവാനെ സന്നിവേശിപ്പിക്കുന്ന ജാഗരണ അധിവാസം അത് ആരംഭിച്ചു. മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജാണ്. നമുക്കറിയാവുന്നതുപോലെ 51 ഇഞ്ച് വിഗ്രഹം തീർത്ത 51 ഇഞ്ച് വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 5 വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണ് ഇത്. ഇതോടൊപ്പം താൽക്കാലിക ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന രാംലല്ല വിഗ്രഹമടക്കം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ദർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ പോലീസിന്റെ വലിയ നിയന്ത്രണങ്ങളാണ്. വലിയ നിയന്ത്രണങ്ങൾ മാധ്യമപ്രവർത്തകരെ പോലും നിയന്ത്രിക്കുന്നു. മറ്റിവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ്. രഞ്ജിത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം വന്നു തുടങ്ങി. അതായത് ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ. ഇനി 4 മണിക്കൂറിൽ അധികമുണ്ട് ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് ആരംഭിക്കാൻ. ഇന്നലെ മുതൽ തന്നെ അതിഥികളുടെ വരവ് ആരംഭിച്ചു. രജനീകാന്തും മറ്റ് സിനിമാ താരങ്ങളും ഉൾപ്പെടെയുള്ളവർ. കങ്കണ റണൌട്ട് അവിടെ എത്തി ക്ഷേത്രം വൃത്തിയാക്കി, ദർഗയിൽ പോയി അവിടെ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിഥികൾ എത്തി തുടങ്ങിയിരുന്നു. മാത്രമല്ല ഈ ഇന്നലെ മുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ആണ് അയോധ്യയിലും പരിസര പ്രദേശത്തും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ ആഹ്വാനം ചെയ്തിരുന്നു, ദയവായി ആരും അവിടേക്ക് വരരുത്, അവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുക എന്ന്. പക്ഷേ ഇന്നലെ രാവിലെ മുതൽ രഞ്ജിത്ത് നൽകുന്ന വാർത്തകളിൽ ശരിക്കും പറഞ്ഞാൽ ഈ മണൽത്തരി പോലെ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് രേണുക അവർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഇന്നലത്തെ ഈ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഈ ചടങ്ങ് കാണാനൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല, ക്ഷേത്ര പരിസരത്തേക്ക് എത്താൻ സാധിക്കില്ല, പക്ഷേ ഇങ്ങനെയൊരു പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങൾ ഈ അയോധ്യയുടെ ഭൂമിയിൽ ഉണ്ട് എങ്കിൽ തന്നെ അത് ഞങ്ങൾക്ക് ലഭിക്കുന്ന പുണ്യമാണ് എന്ന് ഏതാണ്ട് ഒരേ സ്വരത്തിൽ, അവർക്ക് പല ഭാഷയായിരുന്നു എങ്കിൽ പോലും എല്ലാവരുടെയും അഭിപ്രായം ഒന്നായിരുന്നു. എല്ലാവരുടെയും ചുണ്ടുകളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഇതിന്റെ ആഘോഷം ജനങ്ങളിൽ കാണാം, ഒരുക്കങ്ങൾ കാണാം, ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, പ്രവേശനമുള്ള അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. पल पल में युग युग में हर क्षण में राम, हर तन में हर मन में कण कण में राम। पल पल में युग युग में हर क्षण में राम, हर तन में हर मन में कण कण में राम। राम सिया राम किया विश्व कल्याण, बोलो राम सिया राम सिया राम। राम सिया राम किया विश्व कल्याण, बोलो राम सिया राम सिया राम।
पल में युग युग में हर क्षण में राम, हर तन में हर मन में कण कण में राम। पल पल में युग युग में हर क्षण में राम, हर तन में हर मन में कण कण में राम। राम सिया राम पिया राम सिया राम सिया राम सिया राम पिया राम सिया राम सिया ക്ഷണിക്കപ്പെട്ട